ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് സൺഡേ ആണ് കേട്ടോ. 2-3 ദിവസം നല്ല വെയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ നല്ല ചോർച്ചയാണ് കേട്ടോ. ചോർച്ച ചെയ്തുകൊണ്ട് മാങ്ങ വീണിട്ട് ഓടൊക്കെ പൊട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓടൊക്കെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ പൊട്ടിയ ഓടും പൊട്ടാത്ത ഓടും ഒക്കെ കൂടി മാറ്റി രേഖോട്ടം താണ്ട് ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാറ്റി വീടിൻ്റെ പകുതി മുക്കാൽ ആൾ പൊളിച്ചു മാറ്റി. അപ്പോഴേക്കും മോളിനെയൊക്കെ എണീപ്പിച്ച് അവളിനെയൊക്കെ പല്ല് തേക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അവൾ പല്ല് തേക്കാൻ വേണ്ടിയുള്ള മടിയിലാണ്. നല്ല മടി പല്ല് തേക്കാൻ പറഞ്ഞ്. പക്ഷെ ഞാൻ നിർബന്ധിച്ച് പല്ല് തേപ്പിക്കും. അങ്ങനെ അതെല്ലാം പണിയെല്ലാം കഴിഞ്ഞ് മോളത്തെ മാറാലിയൊക്കെ അങ്ങോട്ട് തട്ടിയിട്ടിരിക്കുക കേട്ടോ. നമുക്ക് പിന്നെ മോളിൽ കയറി തട്ടാൻ പറ്റില്ലല്ലോ. ഞാൻ ചൂല് വെച്ച് എത്തുന്നതൊക്കെ തട്ടിയെടുക്കാറുണ്ട്. ഇപ്പോൾ ചുമരിൻ്റെ മുകളിലത്തേക്ക് അങ്ങോട്ട് താണ്ട് ഇതൊക്കെ അടിച്ച് വീഴ്ത്തിയിട്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കലാണ് ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ. അപ്പം തന്നെ സമയം ഒരുപാടായി, 10 മണി കഴിഞ്ഞിട്ടാ. ഇതും ഞങ്ങൾ വേണ്ടാത്തൊരു പണിയും ചെയ്തു. അതിൻ്റെ ഇടയിൽ പോയിട്ട് താളിയൊക്കെ അരച്ച് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വയ്ക്കുന്നുണ്ട് പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ എടുത്ത് എല്ലാ തുണികളൊക്കെ എടുത്ത് ഇട്ട് വെച്ചിട്ട് ഭക്ഷണം കഴിക്കായിരുന്നു. കുളിച്ചില്ല കേട്ടോ. സമയം 10 മണി കഴിഞ്ഞു. രാവിലത്തെ ഭക്ഷണമാണ് ഈ കഴിക്കണത് കേട്ടോ. ഇനി കഴിച്ചിട്ടാവാ ബാക്കി പണിയെന്നും പറഞ്ഞിട്ടാ. മോളിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പല്ല് വെച്ച് അവളിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും അത് അവളുടെ കളിക്കൂട്ടുകാരി വന്നേട്ടാ, പൊന്നൂസ് വന്നു. അപ്പോൾ പിന്നെ പൊന്നൂസിന് ചോറൊക്കെ ഞങ്ങൾ കൊടുത്തിട്ട് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാം. ഒരുപാട് നിർബന്ധിച്ചിട്ടാട്ടോ അവൾ ഞങ്ങളുടെ കൂടെ ചോറിനായിരുന്നു. അവൾക്ക് മടിയാണ് അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. എന്നാലും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചപ്പോഴും കീടും വന്നേട്ടാ. കീടുവിന് പിന്നെ ഞാൻ വാരി കൊടുത്തു. അവൾ കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ചോറ് ഇരുന്ന് കഴിക്കില്ല. അപ്പോൾ പിന്നെ അവൾക്ക് ഞാൻ വാരി കൊടുത്ത്. അതെല്ലാം കഴിഞ്ഞ് താണ്ടേ കൂളിയെല്ലാം കഴിഞ്ഞ് 1 മണിയായി കേട്ടോ. അടിക്കലും തുടയ്ക്കലും തിരുമ്പലും പറഞ്ഞ പണിയൊക്കെ കഴിയുമ്പോഴേക്കും 1 മണിയായി. അപ്പോഴേക്കും കൂളിയെല്ലാം കഴിഞ്ഞ് എൻ്റെ കൂളിയും കഴിഞ്ഞ് ഏട്ടൻ്റെ കൂളിയും കഴിഞ്ഞ് കണ്ട തുണികളൊക്കെ വെയിലത്ത് ഉണക്കാനിട്ടിട്ട തിരുമ്പിയിട്ട് ഒക്കെ തട്ടിയടിച്ചപ്പോൾ എല്ലാത്തിലും നല്ലോണം പൊടിയായി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒക്കെ എടുത്തൊക്കെ ഒന്ന് അലക്കിയിട്ട് നമ്മുടെ ബെഡൊക്കെ എടുത്ത് വെയിലത്തിട്ടിട്ടാ. വെയിലത്തിട്ടിട്ട് ബെഡൊക്കെ കണ്ട വാശിയാണ്, മൊത്തം വാശിയാണ് അവൾക്ക്. അങ്ങനെ ബെഡൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ ഉണ്ടാവും ഉള്ളു മൊത്തം കാലിയായി കിടക്കുകയല്ലേ. അപ്പം അവൾ അതിൻ്റെ ഇടയിൽ പോയി കളിക്കുക കേട്ടോ. കുറച്ച് കളിക്കാനും ശാലം കിട്ടി അമ്മ എന്ന് പറഞ്ഞും കൊണ്ടാണ് കളിക്കണത്. അങ്ങനെ താണ്ടേ 4 മണിയായപ്പോൾ കട്ടൻ ചായ വെച്ചു കേട്ടോ. കട്ടൻ ചായ വെച്ചിട്ട് അപ്പോഴേക്കും ഏട്ടൻ പോയിട്ട് മുട്ട ബജി മേടിച്ചിട്ട് വന്നേട്ടാ, മുളക് ബജിയും. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ചായ കുടിക്കുന്നത്. കുറേ ആയി എണ്ണക്കടി മേടിച്ചിട്ട് കുറച്ചായി. അപ്പോൾ അത് കിട്ടിയപ്പോൾ അത് കഴിക്കണം. എൻ്റെ ഒന്നും വേണം പറഞ്ഞിട്ട് മോള് വന്നിട്ട് വായ കാണിക്കേട്ടാ. അങ്ങനെ അതും കട്ടൻ ചായയും കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അടുപ്പത്ത് പായസം കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് കുറച്ച് വിരുന്നേരുണ്ട് കേട്ടോ. എൻ്റെ അനിയനെയും നാത്തൂനെയും ഞാൻ വിരുന്ന് വിളിച്ചിരിക്കുകയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് അവരിന് വിരുന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അവർക്കുള്ള ചെറിയൊരു ഒരുക്കമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഏട്ടൻ പിന്നെ ഏട്ടന് ഉള്ളി അരിയാന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉള്ളി ആൾ നേരാക്കി തരുന്നുണ്ട്. ബാക്കിയൊക്കെ ഞാൻ നേരാക്കി വെക്കും കേട്ടോ. ഉള്ളി ആൾ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ട് അത് ആൾ അരിഞ്ഞ് തരാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി അരിയാനായിട്ട്. പിന്നെ ഏട്ടൻ അത് അരിഞ്ഞ് തരാൻ ഇപ്പോൾ ആ ഒരു പണി നമുക്ക് ഒഴിവായി കിട്ടിയല്ലോ. പിന്നെ ഏട്ടനെ അത് അരിഞ്ഞ് തരുന്നുണ്ട്. ആൾക്ക് പിന്നെ ആ ഒരു പണി കിട്ടിയ ആൾ പെട്ടെന്ന് ഒഴിവായി പോകും ചെയ്യട്ടാ. അങ്ങനെ പിന്നെ സമയം ഒരുപാട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ പണികളൊക്കെ ഒരുക്കിയിട്ട് അപ്പോഴേക്കും എൻ്റെ നാത്തൂനാണ്. നാത്തൂൻ വന്നു, അനിയൻ വന്നു, ഇവരൊക്കെ എൻ്റെ അടുത്തേക്ക് വന്നേട്ടാ. അവൾക്ക് വന്ന് നിൽക്കാനൊരു മടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ അനിയൻ മുടിയൊക്കെ വെട്ടിയിട്ട് നല്ലോണം ഞാനാട്ടോ ഇങ്ങനെ വെട്ടാൻ പറഞ്ഞത്. നല്ലോണം കയറ്റി വെട്ടി. പിന്നെ എൻ്റെ അമ്മയാണത് കേട്ടോ. അതെൻ്റെ ഇവിടുത്തെ അമ്മയും അത് അവിടുത്തെ അമ്മയാണ് കേട്ടോ. അമ്മ ഞാൻ ചിക്കൻ വറുക്കാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അമ്മ അതൊന്ന് ഇളക്കി വയ്ക്കുകയാണ് കേട്ടോ. ചില്ലി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ വറുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ അമ്മായിയമ്മൻ്റെ വീട് ഒരു സ്ഥലത്തായതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അമ്മയും ഇവിടുത്തെ അമ്മയും എൻ്റെ അമ്മയും ഇവിടുത്തെ അമ്മയും കളിച്ച് വളർന്ന ആൾക്കാരാണ്. പിന്നെ അവർക്ക് അതിൻ്റേതായ പരിചയക്കുറവും ഇല്ല. അപ്പോൾ അവർ കൂട്ടുകാരാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല, കുഴപ്പമില്ല. കണ്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവരൊക്കെ കളിയാക്കി ചിരിക്കട്ടാ. അയ്യോ ഫോൺ വന്നേന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കണേ. മകൾ പിന്നെ അതിൻ്റെ കുഴപ്പമില്ല, അവൾ ഡ്രസ്സ് ഇട്ടിട്ടില്ല, അതാണ് ഈ മറച്ചുകൊണ്ട് നിൽക്കണേ കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മോനാട്ടോ, അവന് ഒരേ ചിരിയാണ്. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഇതാണ്ട് പൊന്നൂസൊക്കെ വന്ന്, പൊന്നൂസും ഇത് ചേച്ചിയുടെ ചെറിയ ചെക്കനാട്ടോ. ഇവരൊക്കെ വന്ന് കുറേ നേരം കളിച്ചു. അതിന് ശേഷം എത്രയോ കഴിഞ്ഞിട്ടാട്ടോ കഴിക്കാറാകുമ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. കുറേ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നതുകൊണ്ട് അങ്ങനെ നേരം പോയേട്ടാ.
കഴിക്കാനായിട്ട് ഞാൻ ചില്ലി ഉണ്ടാക്കി, പിന്നെ മയോണീസ് ചില്ലീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി മയോണീസ് ഉണ്ടാക്കി, പിന്നെ പത്തിരിയും നൂലുപുട്ടും ചിക്കൻ കറിയും പായസമായിട്ടാണ് ഉണ്ടാക്കിയത്. അത് മതിയെന്ന് അവർ പറഞ്ഞു. അത് കാരണം പിന്നെ അത്രേ ഉണ്ടാക്കിയുള്ളൂ. പപ്പടം കാച്ചാച്ച് പപ്പടം വേണ്ട പറഞ്ഞു. ചോറ് വെച്ചതേ കഴിച്ചില്ല, അവർ ആകെ അതേ കഴിച്ചുള്ളൂ. പിന്നെ അവരത് ആസ്വദിച്ച് അവർ കഴിക്കണ്ടിട്ടാ. സംഭവം പിള്ളേർക്കൊക്കെ ഇഷ്ടമായിട്ടാ. മേമ സൂപ്പറായിട്ടുണ്ട്, മേമ അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കണം. പായസം പിന്നെ അടിച്ച് പൊളിച്ച് രണ്ടാളും നല്ല പോലെ കുടിച്ചു കേട്ടോ. ചേച്ചിയുടെ മക്കൾ 2 ഗ്ലാസ് വെച്ച് കുടിച്ചിട്ടാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അമ്മയമ്മേ നന്നായിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. സ്നേഹപ്രകടനമാണ് ഈ കാട്ടണ വാരി കൊടുക്കൽ എടുക്കലൊക്കെ. എപ്പോഴും ഇതേപോലെ സന്തോഷത്തോടെ ഇരിക്കട്ടെ അല്ലേ. എൻ്റെ അനിയൻ്റെ കല്യാണ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. സംഭവം ഇത് ചെറുതായിട്ടൊരു അടുക്കളക്കാരൻ മങ്ങി നിൽക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊരു കല്യാണമാണ് സംഭവം. അവരിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇടാം വീഡിയോയിൽ. നോക്കട്ടെ പറ്റിയ കല്യാണ വീഡിയോസ് ഇതിൻ്റെ ഇടുന്നില്ല, ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, നോക്കാം. അതുപോലെ പത്തിരി, നൂലുപുട്ട്, ചില്ലി, ചിക്കൻ കറിയും ചില്ലിയൊക്കെ ഞാൻ ഉണ്ടാക്കി. നൂലുപുട്ടും പത്തിരി നമ്മളിവിടെ നിന്ന് മേടിക്കട്ടോ ചെയ്തത്. പിന്നെ അതിൻ്റെ പായസം സൂപ്പറായിട്ട് എനിക്ക് ഇളക്കി തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ആൾ നല്ലതുപോലെ ഇളക്കി കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. ആളെ ഇടയിൽ കൂടെ എടുത്ത് കഴിക്കണം കേട്ടോ. ആൾക്ക് പിന്നെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അവരൊക്കെ തന്നെ സന്തോഷത്തോടെയൊക്കെ കഴിച്ച് ഇരിക്കുന്നുണ്ട്. അവർ കഴിക്കട്ടെ. അപ്പോഴേക്കും തന്നെ ഇവിടെ അമ്മയും ഇവരും നല്ല വർത്തമാനം മാത്രം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവർക്ക് കഴിക്കാൻ കൊടുക്കണം. അവരവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവർക്കും കൂടി കഴിക്കാൻ കൊടുത്തിട്ട് വേണം ഞങ്ങൾക്കിരിക്കാൻ. എന്താ ഈ ഫോണും കൊണ്ട് വരുന്നത്? എന്താ കാട്ടണേ? എന്തിനാ ഈ ഫോണും കൊണ്ട് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം? ഇതൊക്കെയാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബിലിടാനാണ്. യൂട്യൂബിലിട്ടത് ഇങ്ങനെയൊക്കെ വന്നിട്ട് ആരാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ രണ്ടമ്മമാർക്കും ചോറൊക്കെ കൊടുത്തിട്ട്, ഭക്ഷണം കൊടുത്തിട്ട്, ചോറല്ല പലഹാരം കൊടുത്തു, പായസം എല്ലാം വെച്ച് കൊടുത്തിട്ട് ഞങ്ങളവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു കേട്ടോ. നാത്തും ചിരിക്കണുണ്ട്. പാവമാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല കുട്ടിയാണ്. നല്ല രീതിക്കൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. എന്താണ്ട് ഇവിടെ അനിയനും പിള്ളേരും കൂടിയിട്ട് ഒരേ കളിയാണ്. അവൻ ഇപ്പോഴും പിള്ളേരുടെ കൂടെ കുട്ടിക്കളി പോലെ കളിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അവരവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോട്ടിലാണ് കേട്ടോ ഞങ്ങൾ ബെഡ് ഇട്ടിട്ട് കിടക്കണത്. അപ്പോഴേക്കും അതാണ്ട് അമ്മേരൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയായിട്ട് തിന്നോട് നിൽക്കാൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അവർ പോവുകയാണ് പറഞ്ഞു കേട്ടോ. സംഭവം അവനിക്ക് നാളെ കുത്താമ്പുള്ളിക്ക് പോകണം. അവൾ പിന്നെ മാട്രിമോണിയിൽ അവൾക്ക് നാളെ ജോയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ അമ്മയ്ക്ക് നാളെ ജോലിയുണ്ട്, പണിയുണ്ട്. അപ്പോൾ പിന്നെ അവരിനവിടെ നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അവർ പോവുകയാണെന്ന് പറഞ്ഞു. നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാണ്ട് രാവിലെ നേരത്തെ പോകാലോ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. അപ്പോൾ പിന്നെ ശരി, ഇനിയിപ്പോൾ അവർക്ക് വർക്കുകളൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഇവിടെ അടുത്തല്ലേ, ഇവർ നടന്നിട്ട് കുറച്ച് 9 മണിയാകുമ്പോഴേക്കും അവിടെ എത്തി. 8:45 മണിക്കൂറിൻ്റെ അവസ്ഥയും കൂടി ഇല്ല. അപ്പോഴേക്കും അവർ പോയി അവിടെ എത്തും. അപ്പോൾ പിന്നെ ശരി പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവർ ഇറങ്ങുകയാണ്. ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ ഒരു മകൾ ഇവിടെ കിടന്ന് ചീഞ്ഞ് വലിക്കുന്നുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ വിട്ടാക്കിയില്ല. പിന്നെ നാളെ സ്കൂളുണ്ടെന്ന് പറഞ്ഞിട്ടും കേൾക്കാണ്ട് കുറേ കരയൊക്കെ ചെയ്തു. പോകാൻ വേണ്ടി പുസ്തകവും സാധനങ്ങളൊക്കെ എടുത്ത് ആളിറങ്ങുന്നുണ്ട്. ഞങ്ങൾ സമ്മതിച്ചില്ല. അങ്ങനെ അവൾ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ബായ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ അവളെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞതാണ്ട് ഞങ്ങൾ കഴിക്കായിരുന്നു കേട്ടോ. ഞാൻ നൂലുപുട്ടാട്ടം എടുത്ത്, നൂലുപുട്ടും ചിക്കൻ കറി മയോണീസും ചില്ലി എടുത്തു. അതുകൊണ്ട് ഏട്ടൻ കഴിക്കുന്നുണ്ട്. ടി-വിയിൽ നല്ല മമ്മൂട്ടീൻ്റെ സിനിമ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് കണ്ടിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിരിക്കണം. അവരൊക്കെ പോയിട്ട് കേട്ടോ ഞാനും ഏട്ടനും കഴിച്ച് ബാക്കി എല്ലാവരും കഴിച്ചു കേട്ടോ. മമ്മൂട്ടീൻ്റെ സിനിമയും കണ്ടിട്ട് ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ